സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ഡിവൈഎഫ്ഐയുടെ 16ാമത് ജില്ലാ സമ്മേളനം ചെറുകോട് TKM കൺവെൻഷൻ സെന്ററിലെ പുഷ്പൻ നഗറിൽ ആരംഭിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. അവർ നയിച്ച പാതയിലൂടെ മുന്നോട്ട് സാമ്പത്തിക ഉപരോധം ഞാൻ ആവർത്തിക്കുന്നു കേവലമായ ആലങ്കാരികമായ ഒരു പദപ്രയോഗമേ അല്ല, മറിച്ച് അർത്ഥസമ്പൂർണമായ വർത്തമാന കാലയളവിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന അന്യാദർശ്യമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഒരൊറ്റ വാക്രൂപമാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത്. സന്ദർഭവശാൽ ഓർമ്മിക്കുന്നു, ഏറ്റവും ഒടുവിൽ ഫിദൽ നടത്തിയ ഐക്യരാഷ്ട്രസഭയിലെ ഒരു അഭിസംബോധന പ്രഭാഷണമുണ്ട്. സാധാരണഗതിയിൽ ഫിദലിന്റെ പ്രഭാഷണത്തെ സംബന്ധിച്ച് വായിച്ചിട്ടുള്ളവർക്കറിയാം, സുദീർഘ സമയം നീണ്ടു നിൽക്കുന്ന വലിയ പ്രഭാഷണങ്ങളാണ് ഫിദൽ കാസ്ട്രോവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 6-6.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയ പ്രസംഗങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് വായിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഒരു വേള ചേഗുവേരയുടെ മരണാനന്തരം ഫിദലിനോട് വിശ്വപ്രസിദ്ധയായ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഫിദലിനോട് ചോദിക്കുന്നുണ്ട്, ഏണസ്റ്റോ ഗുവേരയുടെ 1ാം രക്തസാക്ഷിത്വ അനുസ്മരണ യോഗം ഫിദൽ പ്രസംഗിക്കുന്നത് 7.5 മണിക്കൂറോ മറ്റുമാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ വനിതാ മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര സുദീർഘ സമയം എടുത്തുകൊണ്ടുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ലളിതമാണ്, ഋജുവാണെന്ന് വേണമെങ്കിൽ പറയാം. ആ മറുപടിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയില്ല. ആ സ്വഭാവത്തിലുള്ള പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ആളുകളുടെ എണ്ണം കുറവുണ്ടായിരുന്നില്ല. പല തെരുവുകളിലും പല വലിയ മൈതാനങ്ങളിലും പ്രസംഗിക്കുമ്പോൾ വലിയ മഹാജനസഞ്ചയങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ അതിന്റെ എണ്ണം കൂടി വന്നിട്ടേ ഉള്ളൂ, ഒരിക്കൽ പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഏറ്റവും ഒടുവിൽ UN നടത്തിയ ഒരു പ്രഭാഷണത്തിൽ സാമ്പത്തിക ഉപരോധത്തെ സംബന്ധിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണ്. പക്ഷെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് പ്രായാധിക്യം, രോഗാതുരമായ അവസ്ഥ. വാക്കുകളെ മുറിയുന്നുള്ളൂ, രാഷ്ട്രീയം മുറിയുന്നില്ല. മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ ഫിദൽ പറയുന്ന ഒരു വാചകം, സാമ്പത്തിക ഉപരോധം ഒരു ആഗോള പദ്ധതിയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. അന്ന് രാഷ്ട്രീയ ദൈവാരികയായിട്ടുള്ള ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് ലൈൻ ഫിദലിന്റെ കവർ ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രഭാഷണം കവർ ചെയ്തത്. ആ ഫ്രണ്ട് ലൈനിന്റെ തലവാചകം തന്നെ സാമ്പത്തിക ഉപരോധത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഫിനാൻഷ്യൽ സീക്ക് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. അദ്ദേഹത്തിന്റെ ആമുഖമായ വാചകമാണ്. സാമ്പത്തിക ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല സാമ്പത്തിക പ്രശ്നമല്ല. പിന്നീടുള്ള പ്രൗഢഗംഭീരമായ രാഷ്ട്രീയ പ്രഖ്യാപനം ഇതാണ്, ബട്ട് ഇറ്റ് ഈസ് എ വാർ ഓൺ ക്യൂബ. അത് ക്യൂബയ്ക്ക് മേൽ നടത്തപ്പെടുന്ന അസാധാരണമായ ഒരു യുദ്ധമാണ്. അതാണ് ഫിദലിന്റെ പ്രഭാഷണത്തിന്റെ രത്നചുരുക്കം. P. ഷബീർ അധ്യക്ഷനായി. സമ്മേളനത്തിൽ ജില്ലയിലെ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 3 ട്രാൻസ്ജെൻഡറുകളടക്കം 375 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ MT അഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C. ഇല്യാസ് അനുശോചന പ്രമേയവും, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP അനീഷ് രക്തസാക്ഷി പ്രമേയവും, ജില്ലാ സെക്രട്ടറി K. ശ്യാം പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് V. വാസിഫ്, M. വിജിൽ MLA, കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജർ, ഗ്രീഷ്മ, അജയ് ഘോഷ് തുടങ്ങിയവരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പോരൂർ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.